Welcome to BSc Complementary Electronics. We are seeing the chapter 37 Electronic Instruments, Semester 4, 39th lecture. And today we study an important instrument called VTVM, Vacuum Tube Voltmeter. We are seeing Electronic Instrument chapter. Today the discussion is about VTVM, Vacuum Tube Voltmeter. It is an electronic voltmeter, EVM, electronic voltmeter. VTVM is an example of EVM, electronic voltmeter. And this is the 39th class of semester for BSc Complementary Electronics. So, before going through VTVM, let us see the importance of electronic voltmeters. The importance of electronic voltmeters. Let us see. What's the need for electronic voltmeter? ഇലക്ട്രോണിക് വോൾട്ട്മീറ്ററിൻ്റെ ആവശ്യം എന്താണ്? നമ്മൾ ലാബിൽ സാധാരണ വോൾട്ട്മീറ്റർ ഉപയോഗിക്കാറുണ്ട്, പക്ഷേ ഇലക്ട്രോണിക് വോൾട്ട്മീറ്ററിൻ്റെ ആവശ്യം. Ohm we have studied. Ohm is volt-ohm multimeter. The multimeter we have studied. The ohm meter we have studied. A ohm voltmeter can be used to measure voltages, but it lacks both sensitivity and high input resistance. അപ്പോൾ ലാബിൽ നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിക്കാറുണ്ട്, അതായത് മൾട്ടിമീറ്റർ അല്ല, ഓമീറ്റർ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻസിറ്റിവിറ്റി കുറവാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഇൻപുട്ട് ഇമ്പഡൻസ് കുറവാണ്. അപ്പോൾ അതിന് ഹൈ ഇൻപുട്ട് ഇമ്പഡൻസ് അപ്പം അതും കുറവാണ്. അത് കുറവായതുകൊണ്ട് നമുക്ക് നമ്മൾ അളക്കേണ്ട സ്ഥലത്ത് നിന്നത് കറണ്ട് വലിക്കുക, അങ്ങനെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും, കറക്റ്റ് റീഡിങ് കിട്ടണമെന്നില്ല. അപ്പം അത് നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന ഓമിൻ്റെ, മൾട്ടിമീറ്ററിൻ്റെ അല്ലെങ്കിൽ ഓം മീറ്ററിൻ്റെ, ഇലക്ട്രോണിക് അല്ല, ഓം മീറ്ററിൻ്റെ ഒരു ഡിഫക്റ്റ് മൾട്ടിമീറ്റർ ഇലക്ട്രോണിക് ഉണ്ട്, അല്ലാതെ ഉണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് അല്ലാത്ത ഈ ഓം മീറ്ററിൻ്റെ ഒരു പ്രശ്നമാണിത്. അതിൻ്റെ സെൻസിറ്റീവ്നെസ് വളരെ കുറവാണ്. മാത്രമല്ല ഈ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദ EVMs, ഇലക്ട്രോണിക് വോൾട്ട്മീറ്റർ കേട്ടോ, ഇലക്ട്രോണിക് വോൾട്ട്മീറ്റർ നമ്മൾ സാറ് കേൾക്കുന്ന EVM, ഇലക്ട്രോണിക് വോൾട്ടേജ് മെഷീൻ, അതല്ല ഇത് ഇലക്ട്രോണിക് വോൾട്ട്മീറ്റർ. ഇലക്ട്രോണിക് വോൾട്ട്മീറ്റർ ഓൺ ദി അതർ ഹാൻഡ് ഹാവ് ഹൈ സ്പീഡ്, high input resistance ranging from 10 megohm to 100 megohm. അപ്പോൾ ഈ ഇലക്ട്രോണിക് വോൾട്ട്മീറ്ററിൻ്റെ പ്രത്യേകത അതിൻ്റെ ഹൈ ഇൻപുട്ട് ഇമ്പഡൻസ് ആണ്. 10 megohm മുതൽ 100 megohm വരെ വരും. Thus it produces little loading effect. ലോഡിങ് എഫക്റ്റ് പറഞ്ഞാണല്ലോ, അതുമൂലം വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും. Thus it produces little loading effect of the circuit under test than ohm. ഇപ്പോൾ ഓമിനേക്കാൾ അല്ലെങ്കിൽ ഓം മീറ്ററിനേക്കാൾ കുറച്ച് ലോഡിങ് എഫക്റ്റ് ഉണ്ടാക്കില്ല. അതൊട്ടും തന്നെ ലോഡിങ് എഫക്റ്റ് ഉണ്ടാകില്ല ഇത് വെച്ച് ചെയ്താൽ. Another advantage of EVM is input resistance remain constant over all ranges. ഇപ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈ 10 മെഗോം അല്ലെങ്കിൽ 100 മെഗോം എന്ന് പറയുന്ന വാല്യൂ നല്ല റേഞ്ചിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നയിക്കും, മാറ്റം ഉണ്ടാകത്തില്ല. മറ്റതുപോലെ ഒരു വേരിയേഷൻസ് കാണിക്കത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സാധാരണ ഓമീറ്ററിന് സെൻസിറ്റിവിറ്റി കുറവാണ്, മാത്രമല്ല ഇൻപുട്ട് റെസിസ്റ്റൻസ് അത്ര ഹൈ അല്ല, ലോഡിങ് എഫക്റ്റ് ഉണ്ടാകും. ഇലക്ട്രോണിക് വോൾട്ട്മീറ്ററിൽ ഈ രണ്ട് പ്രശ്നവും പരിഹരിച്ചിട്ടുണ്ട്. ലോഡിങ് എഫക്റ്റ് ഉണ്ടാകത്തില്ല, ഇൻപുട്ട് റെസിസ്റ്റൻസ് വളരെ ഹൈ ആണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഇലക്ട്രോണിക് വോൾട്ട്മീറ്ററാണ് ഈ മൾട്ടിമീറ്റർ എന്ന് പറയുന്നത്. മൾട്ടിമീറ്റർ അല്ല, VTVM എന്ന് പറയുന്നത്. VTVM അതായത് ലോഡിങ് എഫക്റ്റും അതുപോലെ ഇൻപുട്ട് റെസിസ്റ്റൻസ്, ലോഡിങ് എഫക്റ്റ് ഒഴിവാക്കിയും ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉപകരണത്തിന് കൂട്ടിയും ഉള്ള ഡിവൈസാണ് VTVM. VTVMൻ്റെ ഫുൾ ഫോമാണ് വാക്വം ട്യൂബ് വോൾട്ട്മീറ്റർ. നിങ്ങൾ വായിച്ച് നോക്കുക, വാക്വം ട്യൂബ് വോൾട്ട്മീറ്റർ. ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു മെഷർ ദ വോൾട്ടേജസ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഇറ്റ് ക്യാൻ
ഓൾസോ മെഷർ എ സി വോൾട്ടേജസ് യൂസിങ് സൂട്ടബിൾ റെക്ടിഫയർ. അപ്പോൾ ഡി സി വോൾട്ടേജ് പ്രധാനം ഇളക്കും. എ സി വോൾട്ടേജ് അളക്കാൻ നമുക്ക് അനുയോജ്യമായ റെക്ടിഫയർ കൂടി ചേർത്ത് പറഞ്ഞാൽ മതി. അങ്ങനെ അളന്നാൽ മതി. ഇൻ ദ ഇൻസ്ട്രുമെന്റ് ഇത് ഇൻപുട്ട് വോൾട്ടേജ് ആർ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് കറസ്പോണ്ടിങ് പ്ലേറ്റ് കറണ്ട്. പ്ലേറ്റ് കറണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ അളക്കുന്നത്. എന്താണ് പ്ലേറ്റ് കറണ്ട്? പ്ലേറ്റ് കറണ്ടൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഈ ഡയോഡ് ട്രയോഡൊക്കെ പഠിക്കണം. വാക്വം ഡയോഡ്, വാക്വം ട്രയോഡ് ഒക്കെ പഠിക്കണം. അങ്ങനെ വാക്വം ട്രയോഡ് വെച്ചുള്ള ഡിവൈസാണ് വാക്വം ടു വോൾട്ട് മീറ്റർ. അപ്പോൾ ഈ കാണുന്ന അതിൻ്റെ ഡയഗ്രാം, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആ നടുക്ക് കാണുന്ന ആ വാക്വം ട്രയോഡാണ്. വാക്വം ട്യൂബ് എന്ന് പറയും. അതിന് ട്രയോഡ് എന്നാണ് പറയുന്നത്. ട്രയോഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രയോഡിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക്സ് സിലബസിനകത്ത് വാക്വം ട്യൂബ്സ് ഒന്നും ഇല്ല. പക്ഷെ ഇത് ഈ വാക്വം ട്യൂബ് വെച്ചുള്ളതാണ്, അല്ലാതെ ട്രാൻസിസ്റ്റർ വെച്ചുള്ളതല്ല. ഒരു ട്രയോഡാണ് കൊടുത്തിരിക്കുന്നത്. ട്രയോഡിന് 3 ഇലക്ട്രോഡ് ഉള്ളത്. നോക്കിയ പടം നോക്കി, മുകളിൽ കാണുന്ന പ്ലേറ്റ് ബി, നടുക്ക് കാണുന്ന ഗ്രിഡ് ജി, താഴെ കാണുന്ന കാഥോഡ് സി. കാഥോഡ്, ഗ്രിഡ്, പ്ലേറ്റ്, ഈ 3 ഭാഗങ്ങളാണ് ഒരു വാക്വം ട്രയോഡിനുള്ളത്. വാക്വം ട്രയോഡ് ഇത് നമ്മുടെ ട്രാൻസിസ്റ്റർ പോലെയാണ്. പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ആനോഡിൻ്റെ റോളാണ്. ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ബേസിൻ്റെ, ആ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു PNP എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ NP എന്ന് പറയത്തില്ല, NPN, കളക്ടർ എമിറ്റർ ബേസ്. അപ്പോൾ കളക്ടറിൻ്റെ റോളാണ് പിക്ക്, കളക്ടറിൻ്റെ റോളാണ് പി. പിന്നെ ബേസിൻ്റെ റോളാണ് ഗ്രിഡ്. അതുപോലെ എമിറ്ററിൻ്റെ റോളാണ് കാഥോഡ്. അങ്ങനെയാണ് കമ്പാരിസൺ ചെയ്യുന്നത്. അപ്പോൾ കമ്പാരിസൺ നമുക്ക് അറിയേണ്ട കാര്യമില്ല, കാരണം ഈ ഡിവൈസ് ഇവിടെ അല്ലാതെ വേറെ എവിടെ നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ ഇതിന് 3 ഇലക്ട്രോഡാണ് ഉള്ളത്. വാക്വം ട്യൂബാണ്. അകത്ത് വായു നിശേഷം നീക്കം ചെയ്തിരിക്കുകയാണ്. പ്ലേറ്റ് പി, ഗ്രിഡ് ജി, കാഥോഡ് സി. അവിടെ പ്ലേറ്റും കാഥോഡും തമ്മിൽ നമുക്ക് വോൾട്ടേജ് കൊടുക്കാം. പ്ലേറ്റിൽ പോസിറ്റീവ് കൊടുക്കണം, കാഥോഡിൽ നെഗറ്റീവ് കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ ഇത് വാക്വം ട്യൂബാണ്. വാക്വം ട്യൂബ് ഈ കാഥോഡിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ തെർമോണിക് മെഷീനാണ്. ഫിലമെൻ്റ് വെച്ച് ചൂടാക്കേണ്ടി വരും. അപ്പോൾ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ആ ഇലക്ട്രോൺസിനെ പ്ലേറ്റ് അട്രാക്റ്റ് ചെയ്യും. ഒരു കറണ്ട് ഉണ്ടാകും. അതിനെയാണ് പ്ലേറ്റ് കറണ്ട്. നമ്മൾ മുമ്പ് വായിച്ചില്ലേ, പ്ലേറ്റ് കറണ്ട് ഉണ്ടാകും. എങ്ങനെയാണ്? കാഥോഡും പ്ലേറ്റും തമ്മിൽ ഒരു വോൾട്ടേജ് കൊടുത്താൽ, പിയിൽ പോസിറ്റീവും സിയിൽ നെഗറ്റീവും കൊടുത്താൽ കാഥോഡ് ഈ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ആ ഇലക്ട്രോൺസിനെ തെർമയോൺ എന്നാണ് പറയുന്നത്. തെർമയോൺ അവയെ പ്ലേറ്റ് ആകർഷിക്കും. പ്ലേറ്റ് കറണ്ട് ഉണ്ടാകും. എന്നാൽ ഇടയ്ക്കൊരു ഗ്രിഡുണ്ട്. ആ ഗ്രിഡിനെ നമുക്ക് നെഗറ്റീവ് പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കാം, അല്ലെങ്കിൽ മോർ നെഗറ്റീവ് മോർ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കാം. അത് മെഷ് ടൈപ്പാണ്. ഇലക്ട്രോണിന് കടന്നു പോകാൻ പറ്റിയ സംവിധാനമാണത്. അപ്പോൾ ഇവിടെ അതിന് നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസിന് എല്ലാത്തിനും അത് കടന്ന് പ്ലേറ്റിലേക്ക് പോകാൻ പറ്റത്തില്ല. കാരണം കുറേ ഇലക്ട്രോൺസ് റിപ്പിൽ ചെയ്യും, നെഗറ്റീവ് ഗ്രിഡ്. അപ്പോൾ പ്ലേറ്റ് കറണ്ട് കുറയും. പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഇലക്ട്രോൺസ് അട്രാക്റ്റ് ചെയ്യും, പ്ലേറ്റ് കറണ്ട് കൂടും. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഈ ഗ്രിഡിന് നമ്മൾ ലെസ് നെഗറ്റീവ് മോർ നെഗറ്റീവ് കൊടുക്കുക. ലെസ് നെഗറ്റീവ് കൊടുത്താൽ പ്ലേറ്റ് കറണ്ട് കൂടുകയും, മോർ നെഗറ്റീവ് ഗ്രിഡിന് കൊടുത്താൽ കൂടുതൽ ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്തിട്ട് പ്ലേറ്റ് കറണ്ട് കുറയുകയും ചെയ്യും. അപ്പോൾ ഗ്രിഡിന് അനുയോജ്യമായിട്ടുള്ള ലെസ് നെഗറ്റീവ് മോർ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തിട്ട് പ്ലേറ്റ് കറണ്ട് കൺട്രോൾ ചെയ്യുന്ന ഡിവൈസാണ് ട്രയോഡ് എന്ന് ഓർക്കുക. അപ്പോൾ ട്രയോഡാണ് നടുക്ക് കാണുന്നത്. പിന്നെ ആ സൈഡ് റൈറ്റിൽ കാണുന്നത് മുകളിൽ കാണുന്ന ബേസിക് മീറ്റർ, നമ്മുടെ ഗാലനോമീറ്ററാണ്. വാക്വം ട്യൂബിലെ പ്ലേറ്റ് കറണ്ട് അളക്കുന്നതിനുള്ള ഗാലനോമീറ്ററാണ്, ബേസിക് മീറ്ററാണ്. ഒരു ബാറ്ററി, പ്ലേറ്റ് ബാറ്ററി. പിന്നെ ഇപ്പുറത്ത് ഗ്രിഡിന് വോൾട്ടേജ് കൊടുക്കാൻ ഒരു ടെർമിനൽ സംവിധാനമുണ്ട്. ആ ഗ്രിഡ് വോൾട്ടേജ് അളക്കാനായിട്ട് ആ ഗ്രിഡിന് നമുക്കൊരു ബാറ്ററി വെച്ച് വോൾട്ടേജ് കൊടുക്കാം. അതാണ് താഴെ കാണിച്ചിട്ടുണ്ട്, ഗ്രിഡ് ബാറ്ററി EG, അല്ലെങ്കിൽ EC എന്ന് വേണമെങ്കിൽ പറയാം. EC, EP, EC. ആ ഗ്രിഡിനാണ് നമ്മൾ അനുയോജ്യമായ വോൾട്ടേജ് കൊടുക്കുന്നത്. പിന്നെ ഒരു ഗ്രിഡ് റെസിസ്റ്റൻസ് RG ഉണ്ട്. RG ABക്ക് ഇടയ്ക്ക് പിടിപ്പിക്കും. അപ്പോൾ നമുക്ക് ഏത് വോൾട്ടേജാണ് അളക്കേണ്ടത്, ഏത് മൈന്യൂട്ട് വോൾട്ടേജാണ്, ഇത് മൈന്യൂട്ട് വോൾട്ടേജ് അളക്കാവുന്ന സെൻസിറ്റീവ് ഡിവൈസാണ്, ഓർക്കണം. ഏത് വോൾട്ടേജ് ആക്കേണ്ടത് അത് ആ ടെർമിനലിലേക്ക് കണക്ട് ചെയ്യണം. ആ ടെർമിനൽ F2 വന്ന് നിൽക്കുന്നത്. ഇടതുവശം 2 കുത്തിട്ട് കാണിച്ചിരിക്കുന്ന വയേഴ്സ്, അത് ടെർമിനലാണ്. അവിടേക്ക് നമുക്ക് അളക്കേണ്ട സർക്യൂട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ബേസിക് മീറ്റർ റീഡിങ് കാണിച്ചോളൂ. ഈ വാക്വം ട്യൂബ് വോൾട്ട് മീറ്റർ വർക്ക് ചെയ്യും. ഇരിക്കും.
പ്ലേറ്റ് കറണ്ട് റീഡിങ്സ്. ഫിഗർ ഷോസ് എ സിംഗിൾ ട്യൂബ് VTBM. ഒറ്റ വാക്വം ട്യൂബ് ഉപയോഗിച്ചുള്ള ഒരു VTBM ആണ് പടത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ട്രയോഡ് വാൽവ്. കേട്ടോ, നിങ്ങൾ പഠിക്കാത്തൊരു കാര്യമാണ്, ഓർത്തിരിക്കണേ പേര് ട്രയോഡ് എന്ന് വെച്ചാൽ 3 ഇലക്ട്രോഡ് എന്ന അർത്ഥം. വാൽവ് എന്ന് പറഞ്ഞാൽ ഒരു ദിശയിലേക്ക് മാത്രം കണ്ടക്ഷൻ. പ്ലേറ്റ്, ഗ്രിഡ്, കാഥോഡ്, അതാണ് 3 ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ട്രയോഡ് വാൽവ് ആൻഡ് ദി മീറ്റർ മൂവ്മെന്റ്, ബേസിക് മീറ്റർ മൂവ്മെന്റ് ആണ്. This is calibrated in volt rather than in terms of plate current. പ്ലേറ്റ് കറണ്ടിന് പകരം വോൾട്ടിലാണ് ബേസിക് മീറ്റർ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓരോ പ്ലേറ്റ് കറണ്ടിനും ബേസിക് മീറ്റർ വോൾട്ടേജ് കാണിച്ചുകൊണ്ടിരിക്കും. RG ഈസ് കോൾഡ് ഗ്രിഡ് ലീക്ക് റെസിസ്റ്റൻസ്. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഗ്രിഡ് ലീക്ക് റെസിസ്റ്റൻസ് RG കൊടുത്തിരിക്കുന്നത് പടത്തിൽ. The voltage to be measured is applied across the grid. ഗ്രിഡിലാണ് നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നത്. ആൻഡ് ഇത് കാഥോഡ് with the help of this leads AB. ലീഡ്സ് AB കൂടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. The voltage should be so applied that the grid remain negative but must not be driven to cut off. അപ്പോൾ ഗ്രിഡ് നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ. പക്ഷേ കട്ട് ഓഫ് വരാൻ പാടില്ല. കട്ട് ഓഫ് വന്നാൽ സംഭവിക്കും, ആ ഗ്രിഡ് ഒട്ടും തന്നെ ഇലക്ട്രോൺസ് കടത്തി വിടത്തില്ല, കറണ്ട് പൂജ്യമായി പോകും. അപ്പോൾ കറണ്ട് എന്തെങ്കിലും ഉണ്ടാകണം, അങ്ങനെയുള്ള നെഗറ്റീവ് വോൾട്ടേജ് വേണം ഗ്രിഡിന് കൊടുക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, ഗ്രിഡ് ലെസ് നെഗറ്റീവ് മോർ നെഗറ്റീവ് കൊടുക്കാം. ലെസ് നെഗറ്റീവ് ആണെങ്കിൽ പ്ലേറ്റ് കറണ്ട് കൂടും, മോർ നെഗറ്റീവ് ആണെങ്കിൽ പ്ലേറ്റ് കറണ്ട് കുറയും. അപ്പോൾ ഗ്രിഡ് അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ആക്കാൻ പാടില്ല. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പ്ലേറ്റ് കറണ്ട് പൂജ്യമായി പോകും. അതിന് കട്ട് ഓഫ് എന്ന് പറയും. കട്ട് ഓഫ് പാടില്ല. കട്ട് ഓഫ് വന്നു കഴിഞ്ഞാൽ ബേസിക് മീറ്റർ വർക്ക് ചെയ്യത്തില്ല, റീഡിങ് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഗ്രിഡിന് നെഗറ്റീവ് കൊടുത്താലും ആ വോൾട്ടേജ് കട്ട് ഓഫ് വോൾട്ടേജിൻ്റെ താഴെ വേണം കൊടുക്കാൻ. കുറച്ച് പ്ലേറ്റ് കറണ്ട് എപ്പോഴും കിട്ടണം. When different voltages are applied to the grid, plate current changes according to the magnitude of the voltage. If I apply different voltages, then the plate current changes due to the action of the grid. Plate current changes and we can read the magnitude of different voltages. അപ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വോൾട്ടേജ് കൊടുത്താൽ ഗ്രിഡ് ഈ കറണ്ടിനെ കൺട്രോൾ ചെയ്തിട്ട് പ്ലേറ്റ് കറണ്ട് മാറും. അങ്ങനെ ബേസിക് മീറ്റർ റീഡിങ് മാറും, നമുക്ക് എല്ലാ വോൾട്ടേജ് അളക്കാം. When different voltages are applied to the grid, plate current changes according to the magnitude of these voltages. ഇത് എന്തുകൊണ്ടാണ് ഈ ഹൈ റെസിസ്റ്റൻസിന് വരുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഈ VTBMന്റെ ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. 10 മെഗോം തുടങ്ങി 100 മെഗോം വരെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണത്. ഓക്കെ, ദ റീസൺ ഫോർ ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് VTBM യൂസസ് ട്രയോഡ് ഓർ വാക്വം ട്യൂബ്സ്. ട്രയോഡിലേക്ക് വാക്വം ട്യൂബ്സ് നമുക്ക് പിന്നെ ടെട്രോഡോ പെൻറ്റോഡോ ഉപയോഗിക്കാം. കൂടുതൽ ഇലക്ട്രോഡുള്ള ട്യൂബ് ഉപയോഗിക്കുക. സോ ഇൻപുട്ട് റെസിസ്റ്റൻസ് വെരി ഹൈ, 10 മെഗോ or 100 മെഗോ. It draws only small current from the circuit across which it is connected. അപ്പോൾ കണക്ട് ചെയ്യുന്ന സർക്യൂട്ടിൽ നിന്ന് വളരെ ചെറിയ കറണ്ട് മാത്രമേ ഇത് ഡ്രോ ചെയ്യുകയുള്ളൂ. In other words, the loading effect of the instrument is small. ലോഡിംഗ് എഫക്റ്റ് തീരെ കുറവാണ്. ഇറ്റ് മെഷേഴ്സ് എക്സാക്റ്റ് വോൾട്ടേജ്, കൃത്യം വോൾട്ടേജ് അളക്കും.
അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ പ്രിൻസിപ്പിൾ ആൻഡ് വർക്കിംഗ് ഓഫ് വി ടി വി എം. വി ടി വി എമ്മിൻ്റെ പ്രിൻസിപ്പിളും വർക്കിംഗ് പറയുക. മുകളിൽ കാണുന്ന നോട്ട്, കംപ്ലീറ്റ് നോട്ട്. അപ്പോൾ നീഡ് തൊട്ട് പറയണം, നീഡ് ഫോർ ഇലക്ട്രോണിക് വോൾട്ട് മീറ്റർ തൊട്ട് പറയണം. പിന്നെ ഓരോരു ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ് ദ റീസൺ വൈ ദ വി ടി ബി എം ഹാസ് ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ്. എന്തുകൊണ്ടാണ് വി ടി ബി എമ്മിന് ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉള്ളത്? അത് നമ്മൾ അവസാനം പറയുന്നൊരു കാര്യമാണ്. അത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ 1 മാർക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് ഇറ്റ് യൂസസ് വാക്വം ട്യൂബ്. വാക്വം ട്യൂബ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്, വാക്വം ട്യൂബ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് വരുന്നത്. അതാ മുകളിൽ കാണുന്ന പാരഗ്രാഫ് എഴുതേണ്ടത്. പിന്നെ ഒരു കമ്പാരിസണാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഓം മീറ്ററും അല്ലെങ്കിൽ ഓമും വോൾട്ടോ മീറ്ററും ഈ വി ടി വി എം തമ്മിലുള്ള കമ്പാരിസണാണ്. അപ്പോൾ വി ടി വി എമ്മിനാണ് പ്രാധാന്യം കൂടുതൽ എന്ന് ഓർത്തുകൊണ്ട് വേണത് വായിക്കാനായിട്ട്. നമ്പർ 1 ഓം. ബി എ വോൾട്ട് ഓം. ഡി സി വോൾട്ട്മീറ്റർ ഉണ്ട്. ഡി സി വോൾട്ട്മീറ്റർ റെസിസ്റ്റൻസ് ചേഞ്ചസ് വിത്ത് റേഞ്ച് വെച്ച് അതിൻ്റെ റെസിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കും. ഇവിടെ റെസിസ്റ്റൻസ് ഈസ് സെയിം. റെസിസ്റ്റൻസ് ഇപ്പോൾ സെയിം ആണ്, 10 മെഗോ അല്ലെങ്കിൽ 100 മെഗോ ഫോർ ഓൾ റേഞ്ചസ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഈ നമ്പർ 2 മെഷേഴ്സ് വോൾട്ടേജസ്. എ സി വോൾട്ടേജ് അളക്കും. ഇവിടെ മെഷേഴ്സ് എ സി വോൾട്ടേജസ്. ഇതും എ സി വോൾട്ടേജ് അളക്കും. അടുത്തത് മെഷേഴ്സ് കറണ്ട് ഡയറക്റ്റ്ലി. കറണ്ട് നേരിട്ട് അളക്കും. കനോട്ട് മെഷർ കറണ്ട് ഡയറക്റ്റ്ലി ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ റെസിസ്റ്റൻസ്. ഹൈ റെസിസ്റ്റൻസ് മൂലം നമുക്ക് കറണ്ട് നേരിട്ട് അളക്കാൻ പറ്റത്തില്ല. അടുത്തത് ഓം റേഞ്ചസ് ആർ യൂഷ്വലി അപ് ടു 10K. 10K വരെ ഓം അളക്കാൻ പറ്റുള്ളൂ നമുക്ക് റെസിസ്റ്റൻസ്. ഇവിടെ ഹൈ റെസിസ്റ്റൻസ് അപ് ടു 1 മെഗോ വരെ നമുക്ക് അളക്കാം. നമ്പർ 5 0 ഓം അഡ്ജസ്റ്റ്മെൻറ്റ് ഹാസ് ടു ബി ചേഞ്ച്ഡ് ഫോർ ഈച്ച് റേഞ്ച്. ഓരോ റേഞ്ചിനും ഇത് അഡ്ജസ്റ്റ് ചെയ്യണം. ആ 0 ഓം റെസിസ്റ്റൻസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അത് പ്രാക്ടിക്കലി നമുക്ക് മനസ്സിലാകും, നമ്മൾ ചെയ്യുന്നതാണത്. ഇവിടെ അത് പിന്നെ ഇലക്ട്രോണിക് ആണെങ്കിൽ വേണ്ട. ഇവിടെ വി ടി വേണമെങ്കിൽ 0 ഓം അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് സെയിം ഫോർ ഓൾ റേഞ്ചസ്. എല്ലാ റേഞ്ചിനും ഒറ്റ 0 അഡ്ജസ്റ്റ്മെൻറ്റ് മതിയാകും. പോർട്ടബിൾ, കൊണ്ടു നടക്കുക. ഈ സാധനം കൊണ്ടു നടക്കുക. ഹിയർ വി ടി ബി എം ഇറ്റ് ഈസ് യൂഷ്വലി പ്ലഗ്ഡ് ഇൻ ടു പവർ ലൈൻ. ഇതെപ്പോഴും പവർ ലൈൻ നമ്മൾ പിന്നെ കുത്തി വെച്ചിരിക്കണം. കാരണം വാക്കുകൊണ്ട് വർക്ക് ചെയ്യേണ്ടത് നല്ല വോൾട്ടേജിലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു പവർ ലൈനിൽ കുത്തി വെക്കണം എന്നുള്ള ഒരു അസൗകര്യമുണ്ട്. നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടേക്ക് പവർ ലൈൻ വേണം. പക്ഷേ നമ്മുടെ ഈ ഓമീറ്റർ ആണെങ്കിൽ നമുക്ക് ഈ മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടു നടക്കാം. മറ്റാണെങ്കിൽ പ്ലഗ് പോയിന്റ് വേണം, വിറ്റ് വി എം ആണെങ്കിൽ. അപ്പോൾ ഫസ്റ്റ് വൺ പോർട്ടബിൾ, സെക്കൻഡ് വൺ ഈസ് നോട്ട് പോർട്ടബിൾ. പോർട്ടബിൾ ഇൻ ദ സെൻസ് ദാറ്റ് വി നീഡ് എ പ്ലഗ് പോയിന്റ്, എ മെയിൻ ഇലക്ട്രിക് മെയിൻസ് ടു ഓപ്പറേറ്റ് ഇറ്റ്. That is all with your 39th lecture on complementary electronics. Thank you very much.